ലുലുവിൽ 50% ഓഫർ നടക്കാനുള്ളൂ. പോരാത്തിന് ഞായറാഴ്ചയും നല്ല തിരക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് ഹൈപ്പർ മാർട്ടിലൊന്ന് കാലുകുത്താൻ പോലും പറ്റിയില്ല. പിന്നെ പോട്ടേന്ന് വിചാരിച്ച് നേരെ ഫാഷനിലേക്ക് വിട്ടു. ഫാഷനിലെ അവസ്ഥ ഇതൊക്കെ തന്നെ. അവിടെയും കയറാൻ പറ്റാത്തത്ര ആള്. എന്നാൽ പിന്നെ ഫാഷനും വേണ്ട, കണക്റ്റിലെങ്കിലും കയറാലോ എന്ന് വിചാരിച്ചിട്ട് കണക്റ്റിലേക്ക് പോയി. ഈ എറണാകുളം മൊത്തം ഇവിടെ ഉണ്ടല്ലോ ഈശ്വര. പിന്നെ എന്ത് ചെയ്യാനാ, വേറെ എവിടെയും പോകാനില്ലല്ലോ. രണ്ട് കൽപ്പിച്ച് കയറുക തന്നെ. ആകെ കുറച്ച് ടിവിയുടെ സെക്ഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് നടക്കാൻ പോലും സ്ഥലമില്ല. അവിടുന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങി പുറത്തേക്ക് വന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ജനസാഗരം. അത് കണ്ടിട്ട് വേദുക്കുട്ടി വരെ ഞെട്ടിപ്പോയി. അവസാനം തിരക്ക് കുറഞ്ഞൊരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. വേദുക്കുട്ടനെ ഓടിച്ച് കളിക്കാനായിട്ട് ഒരു കാർ ഇവിടെ സെറ്റ് ആയി. ഓ, ഈ വണ്ടി എന്താ നീങ്ങാത്തെ? ഈ ഹാൻഡ് ബ്രേക്ക് ആരാ ഇട്ട് വെച്ചേക്കുന്നത്? ഇങ്ങോട്ട് പാടാ. അവിടുന്ന് ഒരു ഐസ്ക്രീമും തട്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കലൂര് വഴി പോകുമ്പോൾ അതാ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് കോട്ടൺ ഫാബിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നു. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടു കളയാന്ന് പറഞ്ഞ് ഞങ്ങളകത്ത് കയറി. എല്ലാ എക്സിബിഷനിലും കാണുന്ന നോർമൽ സാധനങ്ങൾ തന്നെ അവിടെ ഉള്ളൂ. കുറച്ച് നേരം അവിടെ കറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റേഡിയം ഗ്രൗണ്ടിലുള്ള റൊമാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഒരു അൽഫാമും അങ്ങ് ഓർഡർ ചെയ്തു. അൽഫാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ വേദിക്കുട്ടി. അങ്ങനെ അവസാനം നമ്മുടെ അൽഫാം ഇങ്ങെത്തി. വേദിക്കുട്ടിക്കാണെങ്കിൽ കൊതിയായിട്ടും പാടില്ല, പക്ഷെ നല്ല എരിവുള്ളത് കൊണ്ട് അൽഫാം അവന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്ന് കുറച്ച് കുബൂസ് കൊടുത്ത് ആളെ ഓക്കെ ആക്കി. ഇവിടുത്തെ ഫുഡിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവസാനം വന്ന് ജ്യൂസിന് വേണ്ടിയുള്ള അമ്മയുടെ മോൻ്റെ അടിയോട് കൂടി ഞങ്ങളുടെ സൺഡേ കറക്കം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.